എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കൂമയുടെ അയലാൻഡ് അതങ്ങനെ കത്തി എരിയാണ്. കൂമയെ കൊണ്ടാണെങ്കിൽ അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. അവൻ ആ കത്തി എരിയുന്ന സൗത്ത് സൈഡിലേക്ക് ഓടിക്കയറും. അവിടെയാണെങ്കിൽ ഒരുപാട് പേര് തീയിൽ വെന്തു മരിക്കുകയാണ്. ഒരുപാട് പേരുടെ വീടും വസ്തുക്കളും എല്ലാം തന്നെ തീയിലില്ലാതായിക്കൊണ്ടിരിക്കും. കൂമയാണെങ്കിൽ ആ കത്തിയെരിയുന്ന തീക്കിടയിലൂടെ അവനെ കൊണ്ട് പറ്റും പോലെ ഒരുപാട് പേരെ സേവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാണ്. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. കൂമ ആ തീയിലേക്ക് പോകുന്ന ഓരോ തവണയും അവന്റെ ബോഡിയിലും തീ കത്തുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നവര് വെള്ളം കോരി കൂമയുടെ ദേഹത്തേക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് പേരെ രക്ഷിച്ച് കൂമ പുറത്തേക്ക് വരും. തീയാണെങ്കിൽ കൂടുതൽ ശക്തിയിൽ അവിടെ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ അവളുടെ അമ്മയെ വിളിച്ച് കരയുന്നത് കാണുക. എല്ലാവരും കൂമയെ തടയും. പക്ഷെ കൂമയാണെങ്കിൽ തീർത്തു പറയും, ജീവൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ആ കുഞ്ഞിന്റെ ജീവൻ അതെനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂന്ന് പറഞ്ഞ് വീണ്ടും ആ തീയിലേക്ക് കടന്നു പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി ആ ദുഷ്ടനായ കിങ് അവൻ ആ സൗത്ത് സൈഡ് അത് കത്തി എരിയുന്നത് കണ്ട് ഹാപ്പി ആവുകയാണ്. അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, ആക്ച്വലി നമ്മുടെ തൊട്ടടുത്തുള്ള ഐലാൻഡിൽ ഇതുപോലൊരു കാര്യം അവർ ചെയ്തിരുന്നു. അവരുടെ നോർത്ത് സൈഡിൽ മുഴുവൻ വൃദ്ധജനങ്ങളും രോഗികളും ദാരിദ്ര്യവാസികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കിങ് ആ ഒരു ഭാഗം മുഴുവൻ കത്തി എരിയിച്ചു. സെലസ്റ്റിയൽ ഡ്രാഗൺസ് അതിനവരെ അഭിനന്ദിച്ചു, ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തു. സോ അതുപോലെ ഇനി സെലസ്റ്റിയൽ ഡ്രാഗൺസ് നമ്മുടെ ഐലാൻഡിനെയും അഭിനന്ദിക്കും, നമുക്കും ഒരുപാട് ഗിഫ്റ്റുകൾ തരും. റിച്ച് ആയിട്ടുള്ള നമ്മുടെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ജനങ്ങളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കാസ്റ്റിലിന്റെ മുൻപിലേക്ക് വരികയാണ്. ജനങ്ങൾ ഇപ്പോൾ രാജാവിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്താനായിട്ട് തുടങ്ങും. രാജാവ് ക്യാഷ്വലായിട്ട് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അസിസ്റ്റൻസ് ആണെങ്കിൽ അവരിൽ കുറച്ചു പേരെ ഷൂട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ലുക്കിൽ മാസ് എൻട്രി ഒക്കെ കൊടുത്ത് കൂമ അവിടേക്ക് കടന്നു വരിക. അവൻ അവിടേക്ക് വന്ന് ആ കിങ്ങിന്റെ അസിസ്റ്റൻസിനെ പിടിച്ചു വലിച്ച് ആറഞ്ചം പുറഞ്ഞ് തല്ലി തല്ലി കൊല്ലുകയാണ്. മറ്റൊരു ഭാഗത്ത് പരുക്ക് പറ്റിയ എല്ലാവരെയും ചർച്ചിലേക്ക് കൊണ്ടുവന്ന് കൂമയുടെ ഫ്രണ്ട്സും അവിടെയുള്ളവരും എല്ലാവരും ചേർന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ പേടി കൂടിക്കൂടി വരികയാണ്. കാരണം പുറത്തേക്ക് പോയ അവളുടെ പപ്പ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. അവളെ കൊണ്ടാണെങ്കിൽ ഇപ്പോൾ അവളുടെ പപ്പയെ അന്വേഷിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സോ അവളാണെങ്കിൽ അവിടെ തന്നെ പപ്പയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതേസമയം കൂമ അവൻ ആ കിങ്ങിന്റെ സോൾജിയേഴ്സിനെ എല്ലാം തല്ലിക്കൊന്ന് കിങ്ങിന്റെ തൊട്ടടുത്തെത്തും. കിങ്ങിനാണെങ്കിൽ കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കി ഇപ്പോ കൂമയോട് പറയും, ഞാനാണ് ഈ രാജ്യത്തിന്റെ കിങ്. മാത്രമല്ല നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ നിർദ്ദേശമാണ്. അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിത് ചെയ്തത്. ആ സൗത്ത് സൈഡ് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അവറ്റകളെല്ലാം കത്തിയെറിഞ്ഞതിന് ശേഷം ആ സൗത്ത് സൈഡ് മുഴുവനായിട്ടും ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അത് കേട്ട് കൂമയ്ക്കാണെങ്കിൽ അവൻ ലാസ്റ്റായിട്ട് സേവ് ചെയ്ത ആ കുഞ്ഞി പെൺകുട്ടിയായിരിക്കും ഓർമ്മ വരിക. അവളുടെ അമ്മ അവളുടെ കൺമുൻപിൽ വെച്ച് വെന്തുരുകി മരിക്കുന്നത് കണ്ട് ആ കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ചു. അവർ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുന്ന ഗ്യാപ്പില് കിങ് ആണെങ്കിൽ നൈസായി ഗണ്ണെടുത്ത് കൂമയെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. കൂമയുടെ പവർ എന്താണെന്ന് കിങ്ങിന് അറിയില്ല. കൂമ അങ്ങനെ വന്ന് കിങ്ങിനെ അട്ടിച്ച് തെറിപ്പിച്ച് ആ ഒരു ഐലാൻഡ് തന്നെ ടേക്ക് ഓവർ ചെയ്യുകയാണ്. കൂമയെ ഐലാൻഡ് ടേക്ക് ഓവർ ചെയ്ത കാര്യം ഇപ്പൊ 5 എൽഡേഴ്സിലെ താടിക്കാരൻ എൽഡർ ആളറിയും. ഇവിടെ ഐലാൻഡിലുള്ള ജനങ്ങളെല്ലാവരും ഇപ്പൊ കൂമയെ നിർബന്ധിച്ച് അവിടുത്തെ കിങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. അവനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടെ അത് ഏറ്റെടുക്കും. പക്ഷെ അവനാണെങ്കിൽ ആ കാസ്റ്റിൽ താമസിക്കാതെ പഴയതുപോലെ അവന്റെ ചർച്ചിൽ തന്നെ താമസിച്ച് സുഖമില്ലാതെ വരുന്നവരെല്ലാവരെയും ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല രാജാവിനെ അദ്ദേഹത്തെ വീണ്ടും ആ ഒരു രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും അവിടേക്ക് വന്ന എൽഡേഴ്സ് ജിനിയെ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ ആ ചർച്ചിനുള്ളിൽ കാണുക. അവളാണെങ്കിൽ ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പോഴായിരിക്കും അവർ തിരിച്ചറിയുക അത് ജിനിയല്ല, മറിച്ച് ജ്വല്ലറി പെണ്ണാണ്. ഒരു സെക്കൻഡ് കൂമയും അവളെ കണ്ട് ഞെട്ടുകയാണ്. കാരണം ആ ഏജ് ഡെവൽ ഫ്രൂട്ടിന്റെ പവർ അതിപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുകയാണ്. ജ്വല്ലറി പെണ്ണാണെങ്കിൽ അവളുടെ രൂപം കണ്ട് ഞെട്ടി പൂരയ്ക്ക് തെറിച്ചു പോവും. അടുത്ത നിമിഷം അവൾ ബാക്ക് ടു നോർമൽ ആവും. ചുറ്റുണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ വിളിച്ചു പറയും അവളുടെ ബോഡിയിൽ ആ ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് ഇത്തരത്തിൽ മാറാൻ കഴിയുന്നത്. കൂമയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് പേടി തോന്നും. അപ്പോഴായിരിക്കും ഇപ്പോഴത്തെ കിങ്ങും ആളുടെ അമ്മയും അവിടേക്ക് കടന്നു വരിക. അവരാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അവിടെയുള്ളവർ കാണിച്ചു കൊടുക്കും. കൂമയടക്കം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ആ ന്യൂസ് വായിച്ച് ഞെട്ടുകയാണ്. കാരണം കൂമ മിരട്ടി ഓടിച്ച ആ ഒരു കിങ് അവൻ സെലസ്റ്റിയൽ ഡ്രാഗൺ കംപ്ലൈന്റ് കൊടുത്ത് ന്യൂസിൽ കൂമ അവന്റെ ഐലാൻഡ് അത് നശിപ്പിച്ചുവെന്നും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന രാജാവിനെ തല്ലി ഓടിച്ചുവെന്നും ആയിരിക്കും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഇപ്പൊ കൂമയെ തകർക്കാനായിട്ട് നേവി സോൾജിയേഴ്സും സെലസ്റ്റിയൽ ഡ്രാഗൺസും ഈ ഐലാൻഡിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങളാണെങ്കിൽ ഇപ്പോ കൂമയുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് ആ കിങ്ങിനെ വെറുതെ വിടരുത്. അവൻ ജീവിച്ചിരുന്ന വീണ്ടും വീണ്ടും നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ, അവനെ കൊന്നു കളയണം. കൂമയാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ ഞാൻ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല, നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ജ്വല്ലറി പെണ്ണിനെ അങ്ങനെ താങ്ങിയെടുക്കും. ഞാൻ എന്നെയും ഈ ഐലാൻഡിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഇവിടുന്ന് പോവാണ്,
നീ സേഫായിട്ട് ഇവിടെ തന്നെ നല്ല കുട്ടിയായിട്ട് ഉണ്ടാവണം. വളരെ പെണ്ണിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം വിഷമം തോന്നും. പക്ഷേ അവളാണെങ്കിൽ അവളുടെ പപ്പ പറഞ്ഞത് തലയാട്ടി അനുസരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കൂമയാണെങ്കിൽ ഇപ്പൊ ചെറിയൊരു ബോട്ട് എടുത്ത് ആ കിങ്ങിനെ അന്വേഷിച്ച് പോവാണ്. അപ്പൊ അവൻ കാണും ദൂരത്ത് കടലിലായിട്ട് വലിയ 3 ജയന്റ് നേവി കപ്പലുകളിലായിട്ട് ആ കിങ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തായിട്ട് കൂമയെ കണ്ട കിങ് ആണെങ്കിൽ വിളിച്ചു പറയും, അവൻ ഒറ്റ ഒരുത്തനാണ് എന്റെ കിങ്ഡം എന്നിൽ നിന്ന് തട്ടിയെടുത്തത്. അവനെ കൊന്ന് എത്രയും വേഗം എനിക്ക് എന്റെ ഐലാൻഡ് അത് നേടിത്തരാനായിട്ട് പറയും. ഉടനെ സോൾജിയേഴ്സ് ആണെങ്കിൽ കൂമയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ കൂമ അവൻ ചാടി വന്ന് അതിലൊരു കപ്പലിൽ നിന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ഒറ്റ ഷോട്ടിൽ ആ 3 ജയന്റ് കപ്പലുകളും തകർത്തില്ലാതാക്കുകയാണ്. അങ്ങനെ ആ കിങ്ങിനെ എന്നേക്കുമായി നമ്മുടെ കൂമ തുടച്ചു നീക്കി. പക്ഷെ എന്താ, കൂമ ഇപ്പോ നേവിയുടെ നമ്പർ 1 ശത്രുക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. നേവിക്കാരാണെങ്കിൽ ഇപ്പൊ കൂമയെ ഒരു പൈറട്ടായിട്ട് മുദ്ര കുത്തി ഒരുപാട് ബൗണ്ടി അവന്റെ മേലെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ ജ്വല്ലറി പെണ്ണാണെങ്കിൽ സേഫ് ആയിട്ട് ആ കോട്ടയ്ക്കകത്ത് താമസിക്കുകയാണ്. പക്ഷെ അവൾക്ക് അവളുടെ പപ്പയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹം തോന്നും. അതിന് എങ്ങും ഗ്രാൻഡ്മയോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. തീർച്ചയായിട്ടും നിന്റെ പപ്പ ഇവിടേക്ക് വരും, നമ്മളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. അവൾ ഒരുപാട് ദേഷ്യത്തില് വിഷമത്തില് ഇപ്പൊ വിളിച്ചു പറയും, ഇനിയും 5 വർഷം കഴിയുമ്പോൾ എന്റെ പപ്പയെ പോലെ ഞാനും ഒരു പൈറട്ടാവും. മറ്റൊരു ഭാഗത്ത് കൂമ ആളാണെങ്കിൽ പൈറട്ടുകളുടെ കൂടെ ഒരുപാട് ഐലാൻഡുകൾ അങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആർക്കെങ്കിലും ജ്വല്ലറി പെണ്ണിന്റെ ബോഡിയിലുള്ള ആ ഒരു അസുഖം അത് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ആൾ അന്വേഷിക്കുന്നത്. ചില ഐലാൻഡുകളിലേക്ക് കൂമ കടന്നു വരുമ്പോൾ അവന്റെ പേരിൽ ഒരുപാട് ബൗണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് പലരും അവനെ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും. കൂമ ആണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്ത് അടുത്ത ഐലാൻഡിലേക്ക് പോകും. അവൻ ഒരുപാട് ഐലാൻഡിലൂടെ കയറി ഇറങ്ങി നടന്ന് അവന്റെ മകളുടെ അസുഖം അത് ക്യൂർ ചെയ്യാനുള്ള എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്ന് അന്വേഷിക്കും. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ കണ്ടെത്താനായിട്ട് കഴിയില്ല. അപ്പോഴായിരിക്കും ഒരു ഐലാൻഡിലേക്ക് പോകുന്ന മാർഗമധ്യേ ഇപ്പൊ ഡ്രാഗന്റെ കപ്പല് ഓപ്പോസിറ്റ് വരിക. അവരാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ അടിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഡ്രാഗൺ പറയും, നമ്മുടെ ഇവാക്കോയും അവന്റെ ടീംമേറ്റ്സും അവരെല്ലാവരും ഇപ്പൊ ജയിലിൽ പെട്ടുപോയിരിക്കുകയാണ്. ഞാൻ രക്ഷപ്പെടുത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ കൂമയെ കളിയാക്കാനായിട്ട് തുടങ്ങും. നീ ആദ്യം ഒരു കിങ് ആയി മാറി, പിന്നീട് ഒരു പൈറട്ടായി, ഇപ്പൊ എപ്പോഴും നീ ന്യൂസ് പേപ്പറിൽ തിളങ്ങുകയാണ്. റവല്യൂഷണറി ആർമിയിലുള്ളവരെല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ഡ്രാഗൺ ചിരിക്കും. അതേസമയം മറ്റൊരു ലേഡി ആണെങ്കിൽ ഇപ്പൊ കൂമയോട് ചോദിക്കും, ജിനി അവളായിരുന്നു റവല്യൂഷണറി ആർമിയുടെ ഈസ്റ്റേൺ ബാച്ചിലെ കമാൻഡർ. സോ ഇപ്പൊ അവൾ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ബാച്ചിന്റെ കമാൻഡർ അത് ഞാനായി മാറിക്കോട്ടെ. കോമയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും ആലോചിക്കില്ല, അവൾക്ക് പെർമിഷൻ കൊടുക്കും. അതേസമയം ഡ്രാഗൺ പറയും, സാബോയെ പോലെ യങ്ങായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ റവല്യൂഷണറി ആർമിയിലുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ തുടക്കം കുറിച്ച് ഈ റവല്യൂഷണറി ആർമി ടീം അത് കൂടുതൽ പവർഫുള്ളായി മാറുമെന്ന് പറയും. കോമയ്ക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹമുണ്ട് റവല്യൂഷണറി ആർമിയോടൊപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അവന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അതിന് ഡ്രാഗൺ ആണെങ്കിൽ അവനോട് പറയും, ഡോക്ടർ വേഗോഫ് പങ്ക് ഇപ്പൊ പുതിയൊരു ലാബിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ നിനക്ക് അവനെ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സെക്യൂരിറ്റി അത് വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ ടാറ്റിക്സ് ഒക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ നിനക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് കഴിയും. ഡോക്ടർ ഒരു അരക്കിറുക്കനാണ്. തീർച്ചയായിട്ടും നീ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ ബോണിയുടെ അസുഖം അത് സുഖാക്കാൻ കഴിയും. അത് കേട്ട് അവന് ഭയങ്കര സന്തോഷം. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ബോണിയുടെ അടുത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ ഒരുപാട് സന്തോഷത്തില് അവളുടെ പപ്പയെ ഹഗ് ചെയ്യും. പിന്നീട് ഒരു ചെറിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവളെ അതിൽ സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡോക്ടർ വേഗോഫ് പങ്കിനെ കൂമ അവൻ കണ്ടെത്തുകയാണ്. ഡോക്ടർ ആണെങ്കിൽ കൂമയെ കണ്ട് അതിശയിക്കും. ഓ നോ, നീ എനിക്ക് ഒരു അത്ഭുതം തന്നെ, നിന്നെ വെച്ച് എനിക്ക് ഒരുപാട് റിസർച്ച് ചെയ്യണമെന്ന് പറയും. കൂമയാണെങ്കിൽ അവന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മകളെ പുറത്തേക്ക് വിടുകയാണ്. ഡോക്ടർ ആണെങ്കിൽ ആ ഒരു ഡിസീസ് കാണുമ്പോൾ തന്നെ തിരിച്ചറിയും, ഓ ഈ ഡിസീസ് ആണോ, കുഴപ്പമില്ല, സ്പ്രെഡ് ആവാതെ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിക്കോഷൻസ് എല്ലാം എടുത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് എനിക്കിത് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ആദ്യം കൂമയെ അവനെ ചെക്ക് ചെയ്യും. അവന്റെ ബ്ലഡ് ലൈൻ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൂമയോട് പറയും, ഓ നിന്റെ ബ്ലഡ് ലൈൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നേവിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, സോ തീർച്ചയായിട്ടും എനിക്കിത് നേവിക്കാരോട് പറയേണ്ടി വരും. പിന്നെ കൂമയാണെങ്കിൽ ആളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യും. അതിനാൾ പറയും, നിന്റെ മകളെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ക്യാഷും ടൈമും ഒക്കെ ആവശ്യമാണ്. പക്ഷെ കുഴപ്പമില്ല, എന്റെ ബെസ്റ്റ് കൊടുത്ത് ഞാൻ അവളെ ബാക്ക് ടു നോർമൽ ആക്കും. പക്ഷെ നീ എന്നോട് സഹകരിക്കണം, എനിക്ക് നിന്റെ കുറച്ച് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും. വേറെ വഴിയില്ലാതെ കൂമ അതിന് ഓക്കെ പറയും. ഒരുപാട് സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നേവിക്ക് കൊടുക്കും. നേവി അതിനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. പൈററ്റ്സുകളെ തകർക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും നിന്നെ പോലുള്ള ക്ലൗൺസുകളെ അവർ യൂസ് ചെയ്യും. അത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഡീൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ 5 എൽഡറിലെ മീശക്കാരൻ ആളാണെങ്കിൽ ഈ കാര്യം എല്ലാം അറിഞ്ഞ് കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.